ജമ്മു കാശ്മീരിലെ അതിർത്തി പ്രദേശങ്ങളിൽ ആശങ്ക സൃഷ്ടിച്ച് പാകിസ്ഥാൻ ബലൂൺ. ബുധനാഴ്ച കത്വ ജില്ലയിലെ ഒരു അതിർത്തി ഗ്രാമത്തിൽ നിന്നും പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ലോഗോയുള്ള ഒരു ബലൂണാണ് കണ്ടെടുത്തത്. സംഭവത്തെ തുടർന്ന് സുരക്ഷാ സേന പ്രദേശത്ത് ജാഗ്രത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. നയി ബസ്തി പ്രദേശത്താണ് ബലൂൺ കണ്ടെത്തിയതെന്നും അതിൽ PIA എന്ന് എഴുതിയിരുന്നതായും ഉദ്യോഗസ്ഥർ പറഞ്ഞു. ജമ്മു, കത്വ, സാംബ, രജൌരി, പൂഞ്ച് ജില്ലകളിലെ അന്താരാഷ്ട്ര അതിർത്തിക്കും നിയന്ത്രണ രേഖയ്ക്കും സമീപം ഇത്തരം ബലൂണുകൾ നേരത്തെയും കണ്ടെത്തിയിട്ടുണ്ട്. അതിർത്തി പ്രദേശങ്ങളിലെ പാകിസ്ഥാന്റെ ഡ്രോൺ പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ബലൂൺ കണ്ടെത്തിയിട്ടുള്ളത്. ആയുധങ്ങൾ, മയക്കുമരുന്ന്, പണം എന്നിവ അതിർത്തിക്ക് അപ്പുറത്തേക്ക് കടത്തുന്നതിനായി ബലൂണുകൾ ഉപയോഗിക്കുന്നതായാണ് സംശയിക്കപ്പെടുന്നത്. പാകിസ്ഥാൻ അടയാളങ്ങളുള്ള ബലൂണുകൾ സുരക്ഷാ സേനയുടെ ശ്രദ്ധ തിരിക്കാനും സാധാരണക്കാർക്കിടയിൽ ഭീതി പടർത്താനുമാണ് ലക്ഷ്യമിടുന്നതെന്നും കരുതപ്പെടുന്നുണ്ട്. നേരത്തെ ശ്രീനഗർ നഗരത്തിന് മുകളിലൂടെ പറക്കുന്നത് കണ്ടതിനെ തുടർന്ന് അത്തരം നിരവധി ഡ്രോണുകൾ സൈന്യം വെടിവെച്ച് വീഴ്ത്തിയിരുന്നു. അതേസമയം പാകിസ്ഥാന്റെ മുനയൊടിക്കുന്ന BSFന്റെ ചില നാടൻ ബുദ്ധിപ്രയോഗം അതിർത്തിയിൽ അരങ്ങേറുകയാണ്. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലെ കിലോമീറ്ററുകളോളം നീളുന്ന മുള്ളുവേലികളിൽ തൂങ്ങിക്കിടക്കുന്ന ഒഴിഞ്ഞ ചില്ലുകുപ്പികൾ ദൂരക്കാഴ്ചയിൽ അലങ്കാരമെന്നോ പാഴ്വസ്തുക്കളെന്നോ തോന്നാമെങ്കിലും ശത്രു രാജ്യത്തിനുള്ള നുഴഞ്ഞുകയറ്റക്കാരെയും ഭീകരരെയും തുരത്താൻ അതിർത്തി രക്ഷാസേന പ്രയോഗിക്കുന്ന അതിബുദ്ധിശക്തിയുള്ള ഒരു പ്രതിരോധ തന്ത്രമാണിത്. അത്യാധുനിക തെർമൽ ക്യാമറകളും ഡ്രോണുകളും നിരീക്ഷിക്കുന്ന അതിർത്തിയിൽ വൈദ്യുതിയുടെയോ ഇന്റർനെറ്റിന്റെയോ സഹായമില്ലാതെ പ്രവർത്തിക്കുന്ന ഈ ലോടെക് വിദ്യ പാക് ചാര സംഘടനയായ ISIയുടെ ഉറക്കം കെടുത്തുകയാണ്. അതിർത്തിയിലെ വേലി മുറിക്കാനോ അതിൽ സ്പർശിക്കാനോ ആരെങ്കിലും ശ്രമിച്ചാൽ ഈ കുപ്പികൾ തമ്മിൽ അടിച്ചുണ്ടാകുന്ന ശബ്ദം ഉടൻ തന്നെ കാവൽ നിൽക്കുന്ന സൈനികർക്ക് അപായ സൂചന നൽകും. പഞ്ചാബ്, ജമ്മു മേഖലകളിലെ കാർഷിക മേഖലകളിലും നദീതീരങ്ങളിലുമാണ് ഈ വിദ്യ പ്രധാനമായും പ്രയോഗിക്കുന്നത്. രാത്രികാലങ്ങളിൽ കാഴ്ചമങ്ങുന്ന മഞ്ഞുള്ള സമയത്തോ മഴയുള്ളപ്പോഴോ ഇലക്ട്രോണിക് സെൻസറുകളെ പോലും വെട്ടിച്ച് ഭീകരർ അതിർത്തി കടക്കാൻ ശ്രമിച്ചേക്കാം. എന്നാൽ വേലിയിൽ നേരിയ ചലനമുണ്ടായാൽ പോലും ഈ കുപ്പികൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കും. ശബ്ദമില്ലാത്ത ഇരുട്ടിൽ കുപ്പികൾ തമ്മിൽ അടിക്കുന്ന ശബ്ദം BSF ജവാന്മാർക്ക് കൃത്യമായ ലൊക്കേഷൻ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഡ്രോണുകൾക്കും ഹൈടെക് ക്യാമറകൾക്കുമിടയിൽ ചില്ലുകുപ്പികൾക്ക് എന്ത് പ്രസക്തി എന്ന് തോന്നാം. എന്നാൽ ഇലക്ട്രോണിക് സംവിധാനങ്ങൾക്ക് വൈദ്യുതി തടസ്സമോ സാങ്കേതിക തകരാറുകളോ സംഭവിക്കാം. എന്നാൽ ചില്ലുകുപ്പികൾക്ക് അറ്റകുറ്റപ്പണികളോ ചാർജിങ്ങോ ആവശ്യമില്ല. ഏത് കഠിനമായ കാലാവസ്ഥയെയും ഇവ പ്രതിരോധിക്കും. ലഹരി മരുന്നും ആയുധങ്ങളും അതിർത്തി കടക്കാൻ ശ്രമിക്കുന്ന സ്മഗ്ലർമാരുടെ തന്ത്രങ്ങളെയും ഈ ലളിതമായ വിദ്യയിലൂടെ സൈന്യം തകർക്കുന്നു. രാജസ്ഥാൻ മരുഭൂമികൾ മുതൽ കാശ്മീരിലെ മലനിരകൾ വരെ നീളുന്ന അതിർത്തിയിൽ ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ രീതിയിലാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അതിർത്തിയിലെ ഓരോ ശബ്ദത്തിനും കാതോർത്ത് നമ്മുടെ ജവാന്മാർ ഉറക്കമിളയ്ക്കുമ്പോൾ ഈ ചില്ലുകുപ്പികളും രാജ്യത്തിന്റെ കാവൽക്കാരായി മാറുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.